സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ റേഷൻ കൊള്ളയിൽ കുറ്റക്കാർക്കെതിരെ കേസെടുക്കാൻ പോലീസിന് ഭക്ഷ്യ കമ്മീഷന്റെ നിർദ്ദേശം. ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ, 2 റേഷനിംഗ് ഇൻസ്പെക്ടർമാർ എന്നിവർക്കെതിരെയാണ് നടപടിക്ക് നിർദ്ദേശം. റേഷൻ കടകളുടെ ലൈസൻസിയായ ഗിരിജൻ സർവീസ് സൊസൈറ്റിക്കെതിരെയും കേസെടുക്കും. 65 മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങൾ തട്ടിച്ചതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇടമലക്കുടി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സൊസൈറ്റിക്കുടി, വെള്ളവരക്കുടി റേഷൻ കടകൾ, ഇതിൻ്റെ പ്രവർത്തനവും ഇതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പരാതികൾ ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഇവിടെ സന്ദർശനത്തിനായി വന്നത്. റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടർ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതായിട്ട് DSO നമ്മളോട് രേഖപ്പെടുത്തുകയുണ്ടായി. എന്നാൽ സൊസൈറ്റിക്കുടി റേഷൻ കട സന്ദർശിച്ചതിലും ആ പ്രദേശത്തെ ജനങ്ങളോട് സംസാരിച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ വലിയ അപാകതകൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി കാണുന്നുണ്ട്. ഗിരിജൻ സൊസൈറ്റിയുടെ പേരിലാണ് ഈ 2 റേഷൻ കടകളും. ആ റേഷൻ കടകളുടെ പ്രവർത്തനങ്ങൾ ഒട്ടും അഭികാമ്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. മുഹമ്മദ് ആഷിഖ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആഷിഖ്, നടപടികളിലേക്ക് കടക്കുകയാണല്ലേ? തീർച്ചയായും വിനീഷ, ആ നിലയിൽ തന്നെയാണ്. വലിയ ക്രമക്കേടാണ് വട്ടവടയിലെ ഈ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇടമലക്കുടിയിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഏതാണ്ട് 65 മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി എത്തിക്കേണ്ടിയിരുന്നിരുന്നത് അവ കാണാതെ പോയിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ ഭക്ഷ്യ വകുപ്പിന്റെ ഭാഗത്ത് തന്നെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് വലിയ പരാതികൾ ഉയർന്നതിന്റെ ഭാഗമായിട്ടാണ് വിശദമായ അന്വേഷണത്തിന് സർക്കാർ മുതിരുന്നത്. ഇടുക്കി ജില്ലാ കളക്ടർ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ ഭക്ഷ്യ കമ്മീഷനും ഇടമലക്കുടിയിൽ സന്ദർശനത്തിലെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സന്ദർശനത്തിലെത്തിയ ഭക്ഷ്യ കമ്മീഷൻ പ്രധാനമായും 3 കണ്ടെത്തലുകളാണ് നടത്തിയിട്ടുള്ളത്. പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും റേഷൻ കട ലൈസൻസിക്കുമെതിരെ പോലീസ് കേസെടുക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഏറ്റവും പ്രധാനമായും ഭക്ഷ്യ കമ്മീഷൻ നൽകിയിട്ടുള്ളത്. അതിൽ തന്നെയും ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ സഞ്ജയ് നാഥ് R, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ ജയകുമാർ, ജെമി ജോസ് എന്നിവർക്കെതിരെയാണ് കേസെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. കൂടാതെ ആ സമയത്ത് ആ മേഖലയിൽ ചുമതലയിൽ ഉണ്ടായിരുന്ന എല്ലാ പൊതുവിതരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം നടത്തണം എന്നുള്ള നിർദ്ദേശവും ഈ ഘട്ടത്തിൽ ഭക്ഷ്യ കമ്മീഷൻ നൽകിയിട്ടുണ്ട്. കൂടാതെ ഇടമലക്കുടിയിലെ റേഷൻ കടകളുടെ ലൈസൻസി ആയിട്ടുള്ള ഗിരിജൻ സർവീസ് സൊസൈറ്റിക്കെതിരെയും കേസെടുക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഭക്ഷ്യ കമ്മീഷൻ ഈ ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർക്കെതിരെയും ഇതിന് കൂട്ടുനിന്നവർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഭക്ഷ്യ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. വിനീഷ.